السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زهزه عن النار وأدخل الجنة فقد فاز. صدق الله مولانا العظيم. قال النبي صلى الله عليه وسلم إنكم سترون ربكم كما ترون القمر ليلة البدر. قال نبينا وحبيبنا رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ ما قاصدنا واغفر لنا ما مضى يا واسع الكرم. وعلى أمة محمد صلى الله عليه وسلم. ഖബറിന്റെ ആഴം സോദരാ നീ നോക്ക്, അതിൽ നിന്ന് മെല്ലെ ഇറക്കലും വന്നോർക്ക്. ഇതുപോലെ ജീവിതകാലമിൽ ഒരുക്കുണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. പെരിങ്കല്ലു മുകളിൽ വെച്ചു മിൻഹാത്തൊട്ട് മൂടിയിട്ടു മണ്ണും വിട്ട് സ്ഥലവും വിട്ട്.
വേദിയിൽ ബഹുസരായ ബഹുദരായ സയ്യിദന്മാരെ, പണ്ഡിത മഹത്തുക്കളെ, മറ്റു സംഘാടകരെ, വിശിഷ്ട അതിഥികളെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരങ്ങളെ, ഉമ്മ പെങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, ഇൽമിന്റെ വഴിധാരകളിൽ നമുക്ക് താങ്ങും തണലുമായി നിന്ന നമ്മുടെ ഗുരുനാഥന്മാർ, അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും അല്ലാഹുവിന്റെ കരുണ കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട്, ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു പുറത്തും ആഭാഗ്യത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അൽഹംദുലില്ലാ ഒരു നല്ല ലക്ഷ്യത്തോടുകൂടി സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രഭാഷണ മജ്ലിസാണ്. ഇതിനുവേണ്ടി ആരെല്ലാം പരിശ്രമിച്ചോ, കഷ്ടപ്പെട്ടോ, വാക്കിനാലോ പ്രവൃത്തിയാലോ, മനസ്സാ വാച കർമ്മണ ആരൊക്കെ പ്രവർത്തിച്ചോ, അല്ലാഹു എല്ലാവർക്കും നല്ല മരണം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, കൂടുതൽ ആമുഖങ്ങൾക്കോ വിശദീകരണങ്ങൾക്കോ ഒന്നും കിടക്കുന്നില്ല. കാരണം സമയം 10:30 ആയതുകൊണ്ട് പിന്നെ നിങ്ങളൊക്കെ അൽഹംദുലില്ലാ ഏകദേശം എനിക്ക് തോന്നുന്ന 8 മണി മുതൽ പരിപാടി തുടങ്ങിയതാണ്. അപ്പൊ കുറെ നേരമായി നിങ്ങളൊക്കെ ഏകദേശം ഒരു വയത് എല്ലാവരും കേട്ട് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഈ അവസാന സമയം ഇനി ഒരുപാട് കാലം തിരക്കി എനിക്ക് നാളെ തിരുവനന്തപുരത്താണ് പരിപാടി. എനിക്ക് എന്റെ നാട്ടിലേക്ക് എത്തേണ്ടതുള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഒരു സന്തോഷമുണ്ട് നിങ്ങളെയൊക്കെ കണ്ടതിലും. പിന്നെ ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടെ ആയിരുന്നെങ്കിൽ നമുക്കൂടെ മനസ്സിലായി. പിന്നെ പ്രസംഗത്തിന് വിളിക്കാൻ ആദ്യം പറയുമ്പോൾ ഈ സാഹിത്യവാക്കൊക്കെ നമുക്കൂടെ എഴുതാൻ കേട്ടാണ് പറയാം. അതുകൊണ്ട് അൽഹംദുലില്ലാ ഒരുപാട് കാരുണ്യ പ്രവർത്തനം നടത്താനും ഇങ്ങനെ തർജ്ജമ ചെയ്ത് കണ്ടപ്പോൾ ഒറ്റൊരു ദിവസം കണ്ടോ 1,00,000 രൂപയിൽ പുറത്ത് പിരിവെടുത്തുന്നൊക്കെ. അപ്പൊ അൽഹംദുലില്ലാ വലിയൊരു പ്രോജക്റ്റ് ആണ് ഇവരുടെ മുന്നിലുള്ളത്, ഇപ്പോൾ കാണുന്ന ബിൽഡിംഗ്. അപ്പൊ അൽഹംദുലില്ലാ അവരുടെ ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ കാണുന്ന ജനസാഗരങ്ങൾ. അവരുടെ വിളിച്ചറിയിക്കുന്നതാണ് ഈ ഒത്തൊരുമ. അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ സ്വർഗ്ഗവാസികളിലും അല്ലാഹു പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സ്വർഗ്ഗത്തിന്റെ അവകാശികളിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ പുറത്തു നിൽക്കുന്നവരൊക്കെ ഇൻഷാ അല്ലാഹ് കടയിലും പരിസരത്തൊക്കെ നിൽക്കുന്നു. പ്രത്യേകിച്ച് ഈ നിൽക്കണ 4 ചങ്ങാതിമാര്, നിങ്ങൾ 4 പേരും കയറിയിരുന്ന് ഇൻഷാ അല്ലാഹ്, നിങ്ങൾ 4 പേര് കസേരയിട്ട് അവിടെ ഇരുന്ന കുഴപ്പമില്ല. ഈ നിൽക്കുന്ന സംഘാടകർ എല്ലാവരും കയറിയിരുന്നോളി, ആരും നിൽക്കരുത് ഇൻഷാ അല്ലാഹ്, എല്ലാവരും ഇരിക്കും. ഒരു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ദാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും സർവ്വ ഇടങ്ങേറുകളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ നമുക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അല്ലാഹുവേ മുത്തുനബിയെ ഒന്ന് സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ അവിടുത്തെ ശഫാഅത്ത് കിട്ടി പടച്ചവനെ അവിടുത്തെ അതിഥിയായി സ്വർഗ്ഗത്തിൽ കിടക്കാൻ ഈ സ്വലാത്ത് പറഞ്ഞ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും അവസാനം വരെ ഇരിക്കൂലേ? എന്തായാലും വന്നില്ലേ, ഇപ്പൊ ഇരിക്കല്ലേ? ഇപ്പൊ സമയം എന്തായി? 10:30 ഇൻഷാ അല്ലാഹ് 12 മണി വരെ ഇൻഷാ അല്ലാഹ്. എന്റെ ടൈം എത്രയാണ്? ഒരു 12 മണിക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മുടെ ഈ സംഗമം പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. പിന്നെ സംഘാടകർ പിരിവിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. അതാണ് ഇത്രയും നേരമായിട്ടും പിരിവിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലെങ്കിലും അൽഹംദുലില്ലാ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഏകദേശം 1 ഏക്കർ 2 ഏക്കർ വസ്തു വാങ്ങിച്ചെന്നല്ലേ പറഞ്ഞു. അൽഹംദുലില്ലാ. അപ്പൊ നല്ല ലക്ഷ്യത്തോടു കൂടി ഈ ഉമ്മത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ അവിടെ ജാതി മതത്തിനൊന്നും സ്ഥാനമില്ല. ഈ അമുസ്ലിമായ 10 പെൺകുട്ടീനെ കണ്ടില്ലേ?
10 പെൺകുട്ടികളുടെ വിവാഹം, മറ്റു മതസ്ഥരായ എല്ലാവർക്കും അൽഹംദുലില്ലാ. അതാണ് ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ള മുസ്ലിമീങ്ങളോട് കരുണ കാണിക്കാനല്ല അല്ലാഹു പറഞ്ഞത്. എല്ലാവരും ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന വാചകം, അതാണ് അൽഹംദുലില്ലാ അവര് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അവരുടെ ദുനിയാവും ആഖിറവും അള്ളാഹു വെളിച്ചത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എത്ര മണിയായാലും ഉസ്താദ് അവസാനം വരെ ഇരിക്കും, ദുആ ചെയ്യും, സ്വലാത്തും പറഞ്ഞ് സന്തോഷത്തോടെ മുസാഫഹത്ത് ചെയ്ത് പിരിയും. നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈവക്കുക. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു ഈ കൈ കൊണ്ട് നന്മ തിന്മ എഴുതിയ കിതാബ് വലം കൈ കൊണ്ട് വാങ്ങാൻ അള്ളാഹു എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ പുറത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരൊക്കെ എല്ലാവരും ഒന്ന് കയറിയിരിക്കുമ്പോൾ അവരിങ്ങനെ വെറുതെ നിൽക്കാതെ, നിങ്ങൾ വിചാരിക്കുന്നതിനകത്ത് സ്ഥലമില്ലാന്ന് ആ സൈഡിൽ കുറച്ച് കസേര കിടപ്പുണ്ട്, ആ സ്ഥലത്തും കുറച്ച് കിടക്കുന്നുണ്ട്. ഉള്ള സ്ഥലങ്ങളിൽ കയറിയിരിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മുഅ്മിനീങ്ങൾ, എന്റെ വഅദ് കേൾക്കുന്നവർക്കറിയാം വഅദ് കൊള്ളാപോയില്ലേ, അതല്ല. വഅദിൽ പങ്കെടുത്തിട്ട് പിരിച്ചു എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ പഠിപ്പിച്ചു തരും. അതെന്റെ വഅദിന്റെ ഒരു പ്രത്യേകതയാണ്. എനിക്കാകെ രക്ഷപ്പെടാൻ വേണ്ടി വഅദ് കേട്ടിട്ട് നന്നാകാന്ന് വെച്ചാൽ പിന്നെ എന്നെ മൈക്കസെറ്റുകാരൻ നന്നാവണമായിരുന്നു. വഅദ് കേട്ടിട്ട്, കാരണം എന്ത്, എല്ലാ വഅദിലും മൈക്കസെറ്റുകാരനാണല്ലോ ഇരുന്ന് കേൾക്കണത്. അപ്പൊ വഅദ് കേട്ടിട്ട് എല്ലാവരുടെ മൊബൈലിലും വഅദുണ്ട്, ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഇൻസാനുണ്ടോ? പണ്ടൊക്കെ എടുത്ത് നോക്കുമ്പോ മൊബൈലിന്റെ അകത്ത് പാട്ട്, ആൽബത്തിന്റെ സോങ്ങുകള്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമകള്, അല്ലെങ്കിൽ അതിന്റെ കോമഡികൾ, ഇത് എന്തെങ്കിലുമൊക്കെ മൊബൈലിലുണ്ടാകും. എന്നാൽ ഇന്നത്തെ ഏത് ആണിന്റെയും പെണ്ണിന്റെയും മൊബൈൽ എടുത്ത് നോക്കിയാൽ 100ൽ 90% പേരുടെയും മൊബൈലിന്റെ അകത്ത് ഏതെങ്കിലും ഒരു ഉസ്താദ്, അത് വിഭാഗമൊന്നും ഞാൻ പറയണില്ല, അവരുടെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഉസ്താദിന്റെ 1 മിനിറ്റെങ്കിലും ഉള്ളൊരു പ്രസംഗം. കാരണം പ്രസംഗത്തിന്റെ വില മനസ്സിൽ ഇന്നിപ്പോ ടിക്ടോക്ക് പോലും പ്രസംഗമായി മാറിയിരിക്കാം. പ്രസംഗം പോലും ടിക്ടോക്ക് ആയിട്ട് ഉപയോഗിക്കുന്ന കാലം. പ്രസംഗം അത്രയും എല്ലാവരുടെ കയ്യിലുമുണ്ട്. അപ്പൊ പ്രസംഗത്തിനപ്പുറം ജീവിതത്തിൽ ചെയ്യാൻ എന്തെങ്കിലും ഒരു നല്ല കാര്യം, അതാ മുതൽക്കൂട്ട്. ആകെ ഈ 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഈ മൈക്കിന്റെ മുന്നിൽ കിടന്ന് തൊണ്ട വെട്ടിയിട്ട് വിളിച്ചു പോകുമ്പോ വയല് മുഴുവനും എനിക്ക് നന്നാകാൻ വേണ്ടി, അല്ലാതെ നിങ്ങളെ നന്നാക്കാനല്ല ഞാൻ വയല് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കും അങ്ങനെ തോന്നാൻ പാടില്ല. ഞാൻ വയല് പറയുന്നത് എനിക്ക് നന്നാകാൻ വേണ്ടിയാണ്. ഈ പറയുന്ന കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഒന്ന് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വയല് പറയുന്നത്. പക്ഷെ അവസാനം നിങ്ങൾക്ക് പിരിഞ്ഞു പോകുമ്പോൾ ഒരു നല്ല കാര്യം പറയും, അത് ആടെ ആഖിറത്തിൽ എന്തെങ്കിലും കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എന്റെ കയ്യിൽ ഒരു സമ്മാനമുണ്ട്. 170 കോടി നന്മ ലഭിക്കുന്ന ഒരു നല്ല കാര്യം പറഞ്ഞു തരാം. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എത്ര കോടി നന്മ? ഒന്ന് പറഞ്ഞങ്ങാതിമാരെ, എത്ര കോടി നന്മ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? എത്ര കോടി? 170 കോടി. 170 കോടി പോകട്ടെ, അല്ലെങ്കിൽ ഒരു 150 കോടി എത്ര കൂട്ടിയാൽ മതി? 150 160 കോടി കൂട്ടി. എന്റെ പ്രിയമുള്ളവരെ, ഈ ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങൾ, ഈ ലോകത്ത് എത്ര മുസ്ലിമീങ്ങളുണ്ടോ ആ മുസ്ലിമീങ്ങളുടെ തല അനുസരിച്ചിട്ട് അള്ളാഹു നിനക്ക് നന്മ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ആ നന്മ ചെയ്യാൻ അള്ളാഹു എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യോ? ഒരു ഇൻഷാ അല്ലാഹ് ഉറക്കെ പറഞ്ഞേ. ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരട്ടെ. അവസാനം പോരെ 12 മണി, അതാണ് അതിന്റെ സമയം. ഒരു കാലത്ത് അങ്ങ് ദുആയിക്ക് അർദ്ധരാത്രി എന്ന് പറയുന്ന സമയം 12 മണിയല്ലേ? അപ്പൊ അതുകൊണ്ട് ആ 12 മണിക്ക് ഇൻഷാ അല്ലാഹ് 170 കോടി നന്മ ലഭിക്കുന്ന ഒരു നല്ല കാര്യം ഇവിടെ ഇരുന്ന് പറഞ്ഞ് മലക്കുകളെ കൊണ്ട് നന്മ എഴുതിപ്പിച്ചിട്ട് വേണം ഇവിടെ നിന്ന് പിരിയാൻ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം, നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും അക്രമങ്ങളും, മനുഷ്യനെ, എന്റെ പ്രിയമുള്ളവരെ, മനുഷ്യനോട് കാണിക്കുന്ന ക്രൂരതകൾ വളരെ മോശമായ രീതിയിൽ. നാൽക്കാലികൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് മനുഷ്യനെ കുറിച്ച് പറഞ്ഞത്, മനുഷ്യൻ അധപ്പതിച്ചു പോയാൽ ബൽഹും അളല്ല്, നാൽക്കാലികളെക്കാളും തരം താഴ്ന്നു പോകുമെന്ന ഖുർആൻ പറഞ്ഞു. പച്ചയായ മനുഷ്യനെ, എന്റെ പ്രിയമുള്ളവരെ, ജീവനോടെ കത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ, എന്റെ പ്രിയപ്പെട്ടവരെ, പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ, പേപ്പട്ടിയെ തല്ലുന്നത് പോലെ
ജനങ്ങളുടെ മധ്യത്തിലിട്ടുകൊണ്ട് പടച്ചവനെ അതാ മനുഷ്യനെ, ഒരു ജീവനുള്ള മനുഷ്യനെ, വികാരവും വിചാരവും മോഹങ്ങളും സ്വപ്നങ്ങളുമുള്ള ഒരു മനുഷ്യനെ പച്ചയ്ക്ക് ജനങ്ങളുടെ മുന്നിലിട്ട് പട്ടിയെ പോലെ തല്ലിക്കൊന്നിട്ട് അതിന്റെ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലിടുന്ന മനുഷ്യന്റെ കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ എത്ര കൊണ്ടിട്ടും പഠിക്കുന്നില്ല. നമ്മുടെ രാജ്യത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ അതിക്രമങ്ങൾ, നമ്മുടെ ധിക്കാരങ്ങൾ അധികരിച്ചപ്പോൾ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ആ ഖുർആനിന്റെ അകത്ത് ഒരുപാട് പ്രവാചകന്മാരുടെ സമുദായത്തെ അല്ലാഹു നശിപ്പിച്ച ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ അള്ളാഹു ജലപ്രളയം കൊടുത്ത്, തൂഫാൻ എന്ന് പറയുന്ന ഒരു ജലപ്രളയം കൊടുത്തിട്ട് അള്ളാഹു തകർത്ത് തരിപ്പണമാക്കിയ ചരിത്രം അള്ളാഹുവിന്റെ ഖുർആനിൽ കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, തലകീഴായി മറിച്ച വിഭാഗത്തിന്റെ ചരിത്രം അള്ളാഹുവിന്റെ ഖുർആനിൽ കാണാം. കോലം മറിച്ചു കളഞ്ഞ സമൂഹത്തിന്റെ ചരിത്രം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ കാണാം. എന്റെ പ്രിയമുള്ളവരെ, ഇതൊക്കെ ഖുർആൻ പറഞ്ഞു. നമ്മളൊക്കെ ചിന്തിച്ചു, പടച്ചവൻ ഇതെങ്ങനെയൊക്കെ ഉണ്ടോ, ഇതൊക്കെ സംഭവിക്കുമോ എന്ന് ഞാനും ചിന്തിച്ചപ്പോ, ഞാനും നിങ്ങളും ചിന്തിച്ചു നടന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മംഗലാപുരത്ത് കൊണ്ടുവന്ന് കാണിച്ചു തന്നു എങ്ങനെയാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് മഴ പെയ്താൽ വെള്ളം കയറുന്നത്, എങ്ങനെയാണ് ഒരു മനുഷ്യന് കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വെള്ളത്തെ ഒലിച്ചു പോകുന്നത്. ഇന്നലത്തെ കോടീശ്വരൻ ഒന്നുമില്ലാതെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലെ വരെ കോടീശ്വരനായി ജീവിച്ചിരുന്ന മനുഷ്യൻ ഇട്ടിരുന്ന വസ്ത്രത്തോടെ ക്യാമ്പിന്റെ മുന്നിൽ ആരെങ്കിലും കൊണ്ടുവരുന്ന ഭക്ഷണപ്പൊതിയും കാത്തു നിൽക്കുന്ന രംഗം എങ്ങനെയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തന്നു. എന്റെ പ്രിയമുള്ളവരെ, എന്നിട്ടും നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ ചിന്തിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ടും മനുഷ്യൻ പഠിക്കാൻ തയ്യാറാകുന്നില്ല. ഞാൻ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നില്ല, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത്. സാമ്പത്തികമായി തകർന്നു തരിപ്പണമായി എത്രയൊക്കെ ഞാനും നിങ്ങളും പറഞ്ഞാലും ഏതൊരു മനുഷ്യനും അറിയാം, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യം വല്ലാത്ത പ്രതിസന്ധികളിലൂടെ, ഒന്നുമല്ല, ഇതൊക്കെ ഒരു തുടക്കം മാത്രമാ സഹോദര. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളായ എന്റെ കൂടപ്പുറപ്പുകളോട് എനിക്ക് പറയാനുള്ളത്, ഒന്നുമല്ല, ഇനി വെടിക്കെട്ട് വരാൻ പോകുന്നതേ ഉള്ളൂ. ഇതൊരു സാമ്പിളാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാ, ഒന്നുമല്ല, ഇതൊരു ചെറിയ തുടക്കം മാത്രമാ. നിങ്ങൾ ഇനി കാത്തിരിക്കാൻ പോകുന്നതിന് വല്ലാത്ത ഒരു വരവും കാത്തായിരിക്കുന്ന പ്രതീക്ഷിച്ചിരുന്നോ? എന്റെ പ്രിയമുള്ളവരെ, ഇതിനേക്കാളും ദുഃഖവും ദുരിതവും പീഡനങ്ങളും പ്രയാസങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇത് വെറുതെ പറഞ്ഞതല്ല, ഇത് പറഞ്ഞത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെ അനുഭവിച്ചില്ലെങ്കിൽ പിന്നെ പ്രവാചകൻ പറഞ്ഞ ഹദീസ് കള്ളമായി പോകും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മൾ പറയുമായിരുന്നു, മ്യാൻമറിലെ കഥ പറയും, അവിടെ കൊന്നു ഇവിടെ കൊന്നു, അങ്ങനെ കൊന്നു ഇങ്ങനെ കൊന്നു. അതൊക്കെ മാറിയിട്ട് ഇനി നമ്മുടെ നാട്ടിലേക്ക് വരാൻ പോകുകയാ. അതിന്റെ തുടക്കമായി ഇതൊക്കെ, അതിന്റെ തുടക്കമാ. ഇനി നമ്മളെ രക്ഷിക്കാൻ ഒറ്റ ഒരാളെ കൊണ്ട് മാത്രമേ കഴിയൂ. ഇനി മുസ്ലിം ഉമ്മത്തിനെ സഹായിക്കാൻ, നമ്മളെ രക്ഷപ്പെടുത്താൻ ഇനി ഒരാളെ കൊണ്ടേ കഴിയൂ. ആരെ കൊണ്ട്? അത് അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ ആകെയുള്ള പോംവഴി ഒറ്റ വഴിയേ ഉള്ളൂ. നിന്റെ ഈമാൻ അങ്ങോട്ട് നേരെയാക്കുക, അതല്ലാതെ വേറെ ഒന്നുമില്ല. നിന്റെ ഈമാൻ, ആ ഈമാനിനെ, നിന്റെ വിശ്വാസത്തെ നീ ഉറപ്പിക്കലല്ലാതെ വേറെ ഒരു വഴിയും ഇനി നിന്റെ മുന്നിലില്ല. ഒറ്റ വഴിയേ ഉള്ളൂ, നിന്റെ ഈമാൻ നീ അങ്ങ് ഉറപ്പിക്കുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത്, അം ഹസിബതും മൻ തദ്ഖുലുൽ ജന്ന. അല്ലാഹു ചോദിച്ചു, സ്വർഗ്ഗം വെറുതെ കിട്ടുമെന്ന് നീയൊക്കെ കരുതിയോ? ഞാനും അത് തന്നെയാ നിങ്ങളോട് ചോദിക്കുന്നത്. എന്റെ നഫ്സിനോട് നിങ്ങളോട് ഞാൻ ചോദിക്കുക, അല്ലാഹുവിന്റെ സ്വർഗ്ഗം വെറുതെ കിട്ടുമെന്ന് നിങ്ങളൊക്കെ കരുതിയോ? ഇല്ല സഹോദര, കിട്ടൂല. എപ്പോഴെങ്കിലും പള്ളിയിൽ നിന്ന് വാങ്ക് വിളിക്കുമ്പോ, ഇക്കാമത്ത് കൊടുക്കുമ്പോ ചാടിക്കേറി ഇമാമിന്റെ പുറകിൽ 4 വട്ടം തലം കുത്തി ചാടിയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് രണ്ടാമത്തെ സലാം പള്ളിയുടെ വെളിയിൽ വിട്ടണ നമുക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ പറ്റുമെന്നാ തോന്നണേ? എപ്പോഴെങ്കിലും ഇതുപോലെയുള്ള കാക്ക കുത്തുന്നത് പോലെ എന്തെങ്കിലും ചില നല്ല കാര്യങ്ങൾ ചെയ്തതിന്റെ പേരിൽ എനിക്കും നിങ്ങൾക്കും സ്വർഗ്ഗം ഒന്നല്ലേ ഉള്ളൂ? 100 സ്വർഗമുണ്ടെങ്കിലും സ്വർഗത്തിന് 100 പദവി ഉണ്ടെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗ്ഗം ഒന്നേ ഉള്ളൂ. ആ സ്വർഗ്ഗത്തിൽ ആരാ കിടക്കേണ്ടത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന അതേ സ്വർഗ്ഗവാ ഈ പത്തനാപുരത്തുകാരനായ സിറാജും ചോദിക്കുന്നത്, ഈ നാട്ടുകാരായി നിങ്ങൾ ചോദിക്കുന്നത്. ആര് കിടക്കുന്ന സ്വർഗ്ഗം? നബി കിടക്കുന്ന സ്വർഗ്ഗം. യോഗ്യതയുണ്ടോ? ചിന്തിച്ചു നോക്ക്. അർഹതയുണ്ടോ സഹോദര?
നമുക്ക് ചോദിക്കാനെങ്കിലും അതിനും ഒരു യോഗം വേണമല്ലോ, എന്തിനും ഒരു അർഹത വേണമല്ലോ. അല്ലാഹുവേ എനിക്ക് സ്വർഗം താ എന്ന് ചോദിക്കാനുള്ള യോഗ്യതയെങ്കിലും എനിക്കോ നിങ്ങൾക്കോ ഉണ്ടോ എന്ന് ചിന്തിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ആകെയുള്ള പോംവഴി എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് നിന്റെ ഈമാൻ നീ ഉറപ്പിക്കുക, അതേ വഴിയുള്ളൂ. അള്ളാഹു തന്നെ പറഞ്ഞത് നിന്റെ മുൻകാമികൾ അനുഭവിച്ചതൊക്കെ നീയും അനുഭവിക്കേണ്ടി വരും. നിന്റെ മുൻകാമികൾ അനുഭവിച്ചതൊക്കെ അതിനെപ്പോലെ നീയും അനുഭവിക്കേണ്ടി വരും. അങ്ങനെ അനുഭവിച്ചാൽ മാത്രമേ സ്വർഗം ലഭിക്കൂ എന്ന് ഖുർആൻ പറയുമ്പോ മനസ്സും ശരീരവും തയ്യാറാക്കി ശുദ്ധമാക്കി എല്ലാവരും ഒരുങ്ങിക്കോ, ഇനി പീഡനങ്ങളുടെ കാലമാണ് വരാൻ പോകുന്നത്. ഞാൻ നിങ്ങളെ ഭയപ്പെടുത്തിയതല്ല, ഓർമ്മപ്പെടുത്തിയതാ. ആരെയും ഭയപ്പെടുത്തിയതല്ല, ഓർമ്മപ്പെടുത്തിയതാ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. സാധേ അതങ്ങ് നടക്കുന്നത് യുപിയിലല്ലേ, അല്ലെങ്കിൽ അവിടെയല്ലേ, ഇവിടെയല്ലേ? അല്ല സഹോദര, നാളെ നിന്റെ വീടിന്റെ മുന്നിൽ ഇതൊക്കെ നടക്കാൻ പോവാ. അതുകൊണ്ട് മനസ്സും ശരീരവും ശുദ്ധമാക്കി അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിന് വേണ്ടി ഒരു തയ്യാറെടുപ്പ്. രാജ്യത്തിന്റെ ഭരണം പിടിച്ചു പറ്റാനോ അധികാര സ്ഥലങ്ങളിൽ കയറുവാനോ ഒന്നുമല്ല. നമ്മുടെ ഹൃദയത്തിന്റെ അകത്തിരിക്കുന്ന ഈമാൻ ഉറപ്പിക്കാനുള്ള പരിശ്രമം തുടങ്ങ്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും, എനിക്കും നിങ്ങൾക്കും ഈമാനുണ്ട്. എല്ലാവരും പറയാറുണ്ട് നമുക്ക് ഈമാനുണ്ടെന്ന്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാണ്, ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണ്, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്, മുസ്ലിനബിയെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ലാഭം പകലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, യഥാർത്ഥ ഒരു മുസ്ലിമിന്റെ ജീവിതം കണ്ടാൽ, യഥാർത്ഥ ഒരു മുസ്ലിം ഉണ്ടല്ലോ, അവനെ കാണുമ്പോ തന്നെ പറയും അവൻ യഥാർത്ഥ ഒരു വിശ്വാസിയാണ്. എന്റെ പ്രിയമുള്ളവരെ, മറ്റുള്ള മതസ്ഥരെ പോലും പടച്ചവനെ പറയാറുണ്ട് അവനൊരു യഥാർത്ഥ വിശ്വാസിയാണ്. കാരണം ഒരു മുസ്ലിമിന്റെ ഗുണങ്ങൾ അങ്ങനെയാണ്, ഒരു മുസ്ലിമിന്റെ സ്വഭാവം അങ്ങനെയാണ്, ഒരു മുസ്ലിമിന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. ഒരു മുസ്ലിമിന്റെ ജീവിതം കണ്ടിട്ടാണ് മറ്റുള്ളവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അല്ലാതെ വയത് കേട്ടിട്ടല്ല, 1 മണിക്കൂറോ 2 മണിക്കൂറോ 10 മണിക്കൂറോ ഉള്ള വയത് കേട്ടിട്ടല്ല. തന്റെ അയൽവാസിയായ ഒരു മുസ്ലിമിന്റെ ജീവിതം കാണുമ്പോൾ, ആ ജീവിതം കണ്ടിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചരിത്രങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദര, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ വലിയ വസല്ലമാതങ്ങള്, എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് ചരിത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തരാം. ഒരുപാട് ചരിത്രം നമുക്കറിയുമല്ലോ. മുസ്ലിമീങ്ങളുടെ ജീവിതം കണ്ടിട്ട്, മുസ്ലിമിന്റെ ജീവിതം കണ്ടിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന എത്രയോ പേരുടെ ചരിത്രം നമുക്കറിയാം. ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുബഹി നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ നോക്കുമ്പോ സ്വഹാബികളതാ നേരത്തെ പള്ളിയുടെ മുന്നിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. പതിവില്ലാതെ പള്ളിയുടെ മുന്നിൽ സ്വഹാബത്ത് കാത്തു നിൽക്കുകയാ. എന്താണ് കാരണമെന്നറിയില്ല. എല്ലാവരും അത്ഭുതത്തോടുകൂടി മുത്തുനബി വരുന്നതും പ്രതീക്ഷിച്ചുകൊണ്ട് മസ്ജിദ് നബവിയുടെ മുന്നിൽ നിൽക്കുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരികയാണ്. പ്രവാചകനതാ പള്ളിക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ മുത്തുനബി കാണുന്ന കാഴ്ച എന്തെന്നറിയോ? ഒരു മനുഷ്യനെ പള്ളിക്കകത്ത് കെട്ടിയിട്ടിരിക്കുന്ന കാഴ്ചയാണ്. ഒരു മനുഷ്യനെ അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് കെട്ടിയിട്ടിരിക്കുന്ന കാഴ്ചയാണ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ ആ മനുഷ്യന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. ആരെയാണ് പള്ളിക്കകത്ത് കെട്ടിയിട്ടിരിക്കുന്നത്? ആരെയാണ് പള്ളിക്കകത്ത് കെട്ടിയിട്ടിരിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകനതാ അടുത്തേക്ക് ചെന്ന് നോക്കി. ആരെയാണ് പള്ളിക്കകത്ത് കെട്ടിയിട്ടിരിക്കുന്നതെന്നറിയുമോ? ഉമാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെയാണ് പള്ളിക്കകത്ത് കെട്ടിയിട്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, സഹാബ, ഇതാരാണെന്ന് നിങ്ങൾക്കറിയുമോ? സഹാബ, എന്റെ പ്രിയമുള്ളവരെ, യമാമയിലെ ഒരു
ഏറ്റവും വലിയ നേതാവാണ്, പടച്ചവനെ വല്ലാത്ത സമ്പന്നനാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, മനുഷ്യനാരെന്നറിയുമോ? സഹാബികൾ പറഞ്ഞു, അറിയാ യാ റസൂലല്ലാഹ്, ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നവനാണ്, അല്ലാഹുവേ ഇസ്ലാമിന്റെ ശത്രുവാണ്, ഒരുപാട് സ്വഹാബത്തിനെ കൊന്നുകളഞ്ഞവനാണ്. അതുകൊണ്ട് പടച്ചവന് ഞങ്ങൾക്ക് ഇവനെ അറിയാം, അതുകൊണ്ടാണ് അതാ ഇവനെ കെട്ടി പള്ളിക്ക് കെട്ടുകൊണ്ടുവന്ന് കെട്ടിയിരിക്കുന്നത്. അനുവാദം താനബിയോ. സഹാബികൾ തന്റെ ഉറകിൽ കിടക്കുന്ന വാളിൽ ഇങ്ങനെ കൈവച്ചിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവനെ കൊല്ലാൻ പറഞ്ഞാൽ ആദ്യം എനിക്ക് കൊല്ലണമെന്ന് കരുതിയത്. കാരണം സഹാബത്ത് ഇങ്ങനെ അതാ തന്റെ ഉറകിൽ കിടക്കുന്ന വാളിൽ കൈവച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാരണം അവൻ അത്രയ്ക്കും വലിയ അത്രയ്ക്കും വലിയ ദ്രോഹം ചെയ്തവനാണ്. ഒരുപാട് സഹാബികളെ കൊന്നവനാണ്. ഇസ്ലാമിന് ഒരുപാട് നഷ്ടം വരുത്തിയവനാണ്. ഒരുപാട് പേരെ കണ്ണുനീര് കുടിപ്പിച്ചവനാണ്. അങ്ങനെയുള്ള പടച്ചവന് ഉമാമത്തിന് ഉസാരെന്ന് പറയുന്നവനെ പള്ളിക്കകത്ത് കൈകാലികൾ കെട്ടിയിട്ടിട്ട് അവനെ കൊല്ലാൻ മുത്തുനബി പറയുന്നത് കാത്തിട്ട് എന്റെ ഉറകിൽ കിടക്കുന്ന വാളിന്റെ മുകളിൽ കൈവച്ചിട്ട് നിൽക്കുന്ന സഹാബത്തിനോട് അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞതെന്തെന്നറിയോ? യാ സഹാബ, ഉസാലിനെ അടിച്ചു വിട് സഹാബ. അതാ അവിടത്തെ കെട്ടിയിട്ടിരിക്കുന്ന കെട്ടങ്ങടിക്കാ പറയുകയാണ്. അവിടത്തെ കയ്യിലും കാലിലും കെട്ടിയിരുന്ന കെട്ടുകളെ സഹാബത്തടിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബ, ഈ മനുഷ്യന് നിങ്ങൾ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കാൻ കൊടുക്കണേ. നബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഏറ്റവും നല്ല ഭക്ഷണം വേണം കഴിക്കാൻ കൊടുക്കാറ്. എന്നിട്ട് രാവിലെയും വൈകിട്ടും ഒട്ടകത്തിന്റെ പാല് കൊണ്ടുവന്ന് കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുമ്പോ സ്വഹാബികൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് സ്വഹാബികളെ കൊന്നവന് ആഹാരം കൊടുക്കാനും അവന് പാല് കൊടുക്കാനുമാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. നബി അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബ, രാവിലെയും വൈകിട്ടും ഒട്ടകത്തിന്റെ പാല് കൊണ്ടുവന്ന് കൊടുക്കണം, കടിക്കാതല്ല ഭക്ഷണം കൊടുക്കണം. അതാ പള്ളിക്കകത്ത് ഇങ്ങനെ മൂലയിൽ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. പടച്ചവനെ ഒരു ദിവസം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ രണ്ടാമത്തെ ദിവസം പള്ളിയിലേക്ക് കടന്നു വന്നു. എന്നിട്ട് ആ മനുഷ്യനോട് പറയുകയാണ്, ആമത്തുബിൻ ഉസാദിനോട് ചോദിച്ചു, നിനക്ക് ഞങ്ങളുടെ കൂടെ കൂടിക്കൂടെ, നിനക്കൊന്ന് മുസ്ലിമായി കൂടെ? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, മുഹമ്മദ്, നിനക്ക് കൊല്ലണമെങ്കിൽ എന്നെ വെട്ടിമുറിക്കുന്നു, അതിനുള്ള അധികാരം നിനക്കുണ്ട്. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേരെ കൊന്നവനാണ്, അതുകൊണ്ട് കൊല്ലണമെങ്കിൽ എന്നെ കൊന്നു. പക്ഷേ ഞാൻ നിങ്ങളുടെ കൂടെ കൂടാറില്ല. നിങ്ങളെ വല്ലാത്ത വെറുപ്പാട്, അല്ലാഹുവിന്റെ പ്രവാചകനൊന്നും മിണ്ടിയില്ല. രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു. മൂന്നാമത്തെ ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ മനുഷ്യന്റെ മുന്നിലേക്ക് കടന്നു വന്നു. നബി കടന്നു വന്നിട്ട് സുമാമയോട് ചോദിക്കുന്നു, സുമാമ, നിനക്കൊന്ന് മുസ്ലിമായിക്കൂടെ സുമാമ? മൂന്നാമത്തെ ദിവസവും അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുമ്പോ ആ മനുഷ്യൻ അപ്പോഴും പറഞ്ഞ മറുപടി ഞാനില്ലെന്നാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അസ്ലിഫൂ സുമാമ, ഒരാളും സുമാമയെ തൊടാൻ പാടില്ല, ഒരാളും ഉപദ്രവിക്കാൻ പാടില്ല, മനസ്സിന് വേദനയുണ്ടാക്കുന്ന ഒരു വാക്ക് പോലും പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മാറി നിൽക്ക് സഹാബ. മൂന്നാമത്തെ ദിവസം പള്ളിയിൽ നിന്ന് ഇറക്കി വിടുകയാണ്. സഹാബികൾ പടച്ചവരെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. തങ്ങളുടെ കൂടെയുള്ള ഒരുപാട് കൂടപ്പറപ്പുകളെ തലകരച്ച് കൊന്നുകളഞ്ഞ അതാ ശത്രു കണ്ണിന്റെ മുന്നിലൂടെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഒരാളും ഒന്നും ചെയ്യാൻ പാടില്ല. അവിടെ നിന്ന് ഇറക്കി വിട്ടു. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ മനുഷ്യനിങ്ങനെ മസ്ജിദ് നബവിയിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തൊരു പുഞ്ചിരി കാണുകയാണ്. നബിയുടെ മുഖത്തൊരു പുഞ്ചിരി കാണുകയാണ്. പടച്ചവരെ തിരിച്ചതെന്തിനെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ചിരിക്കാനുള്ള കാരണമെന്താ? പ്രവാചകനറിയാ, അല്ലാഹുവിന്റെ റസൂലിനറിയാ തിരിച്ചു വരുമെന്ന്. എന്തിനാണ് അല്ലാഹുവിന്റെ പ്രവാചകർ
3 ദിവസം പള്ളിക്കകത്ത് കിടത്തിയതെന്നറിയോ? ഇസ്ലാം എന്താണെന്ന് പഠിക്കുന്നതിന് വേണ്ടിയാ. ഇസ്ലാം എന്താണെന്ന് പഠിക്കുന്നതിന് വേണ്ടി, ഒരു ജോലിമാരാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്ലാഹുവേ ആ മനുഷ്യൻ 3 ദിവസം പള്ളിക്കകത്ത് കിടന്നു. എല്ലാവരും അല്ലാഹുവേ പള്ളിക്കകത്തേക്ക് കടന്നു വന്നു. അവിടെ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ അതാ അധികാരമുള്ളവനെന്നോ അടിമയെന്നോ വേർതിരിവില്ല. എല്ലാവരും ഒരുപോലെ ഒത്തൊരുമയോടുകൂടി പള്ളിക്കകത്തിരുന്ന് ഇബാദത്ത് ചെയ്യുകയാണ്. എന്തൊരു ഒത്തൊരുമയെന്നറിയുമോ? അല്ലാഹുവേ എന്തൊരു ഐക്യമെന്നറിയുമോ? എല്ലാവരും പള്ളിക്കകത്തിരുന്ന് നിസ്കരിക്കുന്നു. കാരം കഴിഞ്ഞിട്ട് അവർ ഒരുമിച്ചിരുന്ന് പല പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു. അവർ ഇബാദത്തുകൾ ചെയ്യുന്നു, അവർ സലാത്തുകൾ പറയുന്നു, അവർ ദുആ ചെയ്യുന്നു. അവിടെ ആരെയും കൊല്ലണമെന്ന് പറയുന്നില്ല, മോശമായതൊന്നും പറയുന്നില്ല. എല്ലാവരും അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് ഒരുമിച്ചുകൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹങ്ങൾ കൈമാറി, വിശേഷങ്ങൾ അന്വേഷിച്ചു. അവരെല്ലാവരും സ്നേഹത്തോടെ ഇങ്ങനെ 3 ദിവസം പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന കാഴ്ച കണ്ടിട്ടാണ് വിശാൽ ഇറങ്ങിപ്പോയത്. കുറേ സമയം കഴിഞ്ഞു. സ്വഭാവത്തിന് വിശാലെന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, ഒരു കുളിച്ചുരുങ്ങിയിട്ട് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് നബിയുടെ മുന്നിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, നബിയുടെ ചാരത്ത് വന്നിട്ട് പറയുന്ന മുഹമ്മദ്, എനിക്ക് നിങ്ങളുടെ കൂടെ കൂടണം മുഹമ്മദ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, എനിക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരണം. അവിടെ നിന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ഉസാമത്ത് ബിൻ ഉസാര പറഞ്ഞ വാക്കെന്തെന്നറിയുവോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുപ്പ് നിങ്ങളെയായിരുന്നു. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഞാൻ വെറുത്തത് നിങ്ങളെയായിരുന്നു. എനിക്ക് ഏറ്റവും വെറുപ്പുള്ള നാട് നിങ്ങളുടെ നാടായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന് ലോകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നിങ്ങളെയാണ്. ഏറ്റവും കൂടുതൽ സ്നേഹം നിങ്ങളോടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് അങ്ങയുടെ നാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നെന്ന് ചരിത്രം പറയുമ്പോ, പ്രിയമുള്ള സഹോദരാ, ഏറ്റവും വലിയ ഉപദേശം ഒരു മുസ്ലിമിന്റെ ജീവിതമാ. എന്റെ ജീവിതം മറ്റുള്ളവർ നോക്കുന്നുണ്ട്. സാധാരണ പോലെയല്ല, സാധാരണ ആൾക്കാരെ പോലെയല്ല. ഒരു മുസ്ലിമിനെ മറ്റുള്ളവരിങ്ങനെ വീക്ഷിക്കുകയാണ്. ഈ ഒരു യഥാർത്ഥ വിശ്വാസിയാണ്. എന്റെ ഓരോ പ്രവർത്തനങ്ങളും അങ്ങനെ ചെയ്യാറുണ്ട്. എന്റെ ഓരോ പ്രവർത്തനങ്ങളും അവരെ നോക്കുന്നുണ്ട്. അത് കണ്ടിട്ടാണ് മറ്റുള്ളവർ ഇസ്ലാമിലേക്ക് കടന്നു വരേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, വെറുതെ മുസ്ലിമാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ, ഹൃദയത്തിൽ വിശ്വാസം കൊണ്ട് നടന്നാ പോരാ. നിന്റെ ഹൃദയത്തിലുള്ള ഈമാനിന്റെ പ്രകാശമുണ്ടല്ലോ, നിന്റെ മുഖത്ത് പ്രകാശിക്കണം മുസ്ലിമേ. നിന്റെ ഹൃദയത്തിന്റെ അകത്തുള്ള ഈമാനുണ്ടല്ലോ, ആ ഈമാനിന്റെ പ്രകാശം എന്റെ മുഖത്ത് കാണണം. കാണുമ്പോ പറയണം നീ ഒരു മുസ്ലിമാണെന്ന്. എന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ ഒരു മുസ്ലിമിന്റെ ഈമാനിന്റെ ചൈതന്യമുണ്ടല്ലോ. അവരുടെ മുഖത്ത് കാണുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടവരാ. ചിലപ്പോൾ അവർ ജീവിച്ചിരിക്കുമ്പോഴായിരിക്കും കാണുന്നത്. അല്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവര് അവര് മരണപ്പെടുന്ന സമയമുണ്ടല്ലോ. അല്ലാഹുവേ, എത്രയോ പേര് മരിച്ചു കിടക്കുന്ന രംഗം കണ്ടവരാ. 14 രാവിലെ ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ പ്രിയമുള്ളവരെ കറുത്ത് കിടന്ന മനുഷ്യൻ പോലെ, സൗന്ദര്യമില്ലാതെ മുഖമെല്ലാം കറുത്ത് കിടന്ന മനുഷ്യൻ പോലെ മരിച്ചു കിടക്കുന്ന സമയത്ത് ആ മനുഷ്യന്റെ മുഖത്തൊരു മഞ്ഞ നിറം നീ കണ്ടിട്ടുണ്ടോ? പ്രിയമുള്ളവര്, എത്രയോ പേരുടെ ചിരിക്കുന്ന മുഖം കണ്ടവരാ. നിങ്ങൾക്ക് മറക്കാൻ കഴിയുമോ? എന്റെ പ്രിയമുള്ളവരെ, മെത്തവയിലെ ജബ്ബാർ ഉസ്താദിന്റെ മുഖം കണ്ടവര്, ആ മുഖത്തെ പ്രകാശം കണ്ടവരല്ലേ, ആ മുഖത്തെ ചിരി കണ്ടവരല്ലേ, ആ ചുണ്ടിലെ പുഞ്ചിരി കണ്ടവരല്ലേ. തോന്നിയത്തില്ലേ പെങ്ങള്, കൊതി കണ്ടിട്ടില്ലേ വാപ്പാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഹൃദയത്തിലുള്ള ഈമാനിന്റെ മുഖത്ത് കാണണം സഹോദരാ. ഹൃദയത്തിലുള്ള ഈമാനിന്റെ പ്രകാശമുണ്ടല്ലോ, എന്റെ മുഖത്ത് തെളിയണം ചെറുപ്പക്കാരാ. അത് വെറുതെ തെളിയില്ല, അത് വെറുതെ തെളിയില്ല. പോലെ മൂന്നാല് ഇഷ്ടപ്പെടുന്നത് പോലെ മൂന്നാല് മോനെ ഒരിക്കലും നിന്റെ ഹൃദയത്തിലുള്ള ഈമാനിന്റെ പ്രകാശമുണ്ടല്ലോ, ആ ഈമാനിന്റെ ചൈതന്യമുണ്ടല്ലോ, അത് നിന്റെ മുഖത്ത് പ്രകാശിക്കാറില്ല. അത് പ്രവർത്തിക്കാൻ കഴിയണമെന്ന് ചെറുപ്പക്കാരാ. ഒരു കടുകുമണികളുടെ അളവാണെങ്കിൽ ഒരു ചെറിയ ഒരു ചൂടിലെ ശരിയാണെങ്കിലും അതിനെ ഊതി അതിനെ നീ പ്രകാശിപ്പിക്കണം ചെറുപ്പക്കാരാ. അതിനുള്ള വഴിയെന്തെന്നറിയുമോ? ഈമാന് പ്രകാശിപ്പിക്കാനുള്ള വഴിയെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സഹാബാ, റസൂല് പറയുകയാണ്, നബി പറയുകയാണ്, 5 കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ ചെയ്താൽ അവന്റെ ഈമാന് പ്രകാശിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മുസ്ലിമിന്റെ ജീവിതം കണ്ടാൽ, ഒരു മുസ്ലിമിനെ കണ്ടാൽ പറയും അവൻ മുസ്ലിമാ. കാരണം എന്തേ? അവൻ 5 നേരം കൃത്യമായി നിസ്കരിക്കും. അവന്റെ ഏത് കാര്യമെടുത്തു നോക്കിയാലും ഒരു മുസ്ലിമിന്റെ ഗുണങ്ങൾ അവനിൽ കാണാൻ കഴിയും. എന്റെ പ്രിയമുള്ളവരെ, ചിലരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം അൽഹംദുലില്ലാഹ് ഒരു ഈമാനിന്റെ ചൈതന്യം, അറിയാതെ കൈ പിടിക്കും. ചില ആൾക്കാരെ കണ്ടാൽ അവന്റെ മുഖത്ത് കാണാൻ ഒരു പ്രകാശം, ഈമാനിന്റെ പ്രകാശം മുഖത്ത് കാണാൻ കഴിയും. അല്ലാഹു ആ പ്രകാശം മരിച്ചു കിടക്കുമ്പോഴെങ്കിലും എന്തെങ്കിലും നിങ്ങളുടെ ഈ മുഖത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുമ്പോ കാണിച്ചില്ലെങ്കിലും മരിച്ചു കിടക്കുമ്പോഴെങ്കിലും. ചിലരുടെയൊക്കെ മയ്യത്ത് കാണുമ്പോ നമുക്ക് കൊതി തോന്നാറുണ്ട്, പടച്ചോൻ ഇതെന്താ ചോദിക്കാറുണ്ടല്ലോ. ഈ മനുഷ്യന് വെള്ളിയാഴ്ച രാവിലെ ഒരു മരണം കിട്ടാൻ ഇവൻ എന്താ ചെയ്തേ ചോദിക്കാറുണ്ട്. നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ കൂട്ടുകാരികൾ, നിങ്ങളുടെ കൂടെ പഠിച്ചവർ, നിങ്ങളുടെ കുടുംബക്കാർ, ചിലപ്പോൾ നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ ഒരുപാട് സൽക്കർമ്മൊന്നും ചെയ്യാത്ത മനുഷ്യനായിരിക്കും. എപ്പോഴെങ്കിലും പള്ളിയിൽ വന്ന് നിസ്കരിച്ചിങ്ങനെ നടക്കുന്ന മനുഷ്യരായിരിക്കും. പക്ഷെ അവന്റെ മയ്യത്ത് കാണുമ്പോൾ ചോദിക്കുക, എന്താണ് ഇവൻ അള്ള ഇങ്ങനെ ഒരു മരണം കൊടുക്കാൻ കാരണം? ഇവൻ എന്ത് ചെയ്തതിന്റെ പേരിലാ റമദാനിന്റെ 27-ാം രാവിലെ എന്റെ പ്രിയമുള്ളവരെ മരിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയത്, അറഫാ ദിവസം മരിക്കാൻ ഭാഗ്യം കിട്ടിയത് എനിക്ക് ചോദിക്കാറില്ലേ? എന്റെ പ്രിയമുള്ളവരെ, ജീവിച്ചിരിക്കുന്ന സമയത്തെങ്കിലും നമ്മുടെ മുഖത്ത് പ്രകാശമുണ്ടാകും, അല്ലെങ്കിലും മരിച്ചു കിടക്കുമ്പോഴെങ്കിലും മുഖം പ്രകാശിപ്പിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനെ പ്രകാശിപ്പിക്കാൻ മനസ്സുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. മരിച്ചു കിടക്കുമ്പോ ഒരു മഞ്ഞ നിറം ഉണ്ടാകണം മുഖത്ത്, അതൊരു വല്ലാത്തതാണ്. വെളുപ്പല്ല, ഒരു വല്ലാത്ത ഒരു പ്രകാശം നമ്മുടെ മുഖത്തുണ്ടാകണം. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് കിടക്കുന്ന ഒരു തരി, ഒരു ചെറിയ ഒരു കണലുണ്ട്, ആ കണലിനെ നമുക്ക് ഊതി 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 പ്രകാശിപ്പിക്കാൻ കഴിയണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അങ്ങനെ പ്രകാശിപ്പിക്കണമെങ്കിൽ 5 കാര്യം ജീവിതത്തിൽ ചെയ്യണം. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇപ്പൊ ലൈറ്റ് പോയോ? ലത്തീഫ് ലൈറ്റ് പോയതാണ്. കുഴപ്പമില്ല, നമ്മുടെ മുഖത്ത് പ്രകാശമുണ്ടല്ലോ, അത് വെച്ച് കണ്ടാൽ മതി. ഏറ്റവും നല്ല ഇപ്പൊ ലൈറ്റ് ഇടണ്ട, അതങ്ങനെ നടക്കട്ടെ. ഈ ഇരിക്കുന്ന സ്റ്റേജിൽ ഇരിക്കുന്നവരുടെ മുഖത്തൊരു പ്രകാശമുണ്ടല്ലോ, ഇല്ലേ മനുഷ്യന്മാരെ? ഇല്ലേ? ഈ പ്രകാശം ഇതിലങ്ങ് കണ്ടാൽ മതി, ഇതാണ് യഥാർത്ഥ പ്രകാശം. അല്ലാഹു പ്രകാശിപ്പിച്ചു തരുമാറാകട്ടെ. ഇങ്ങനെ ഒരേ പറയുന്ന 5 കാര്യം കണ്ട് ജീവിതത്തിൽ ചെയ്താൽ നല്ലതുപോലെ പ്രകാശിപ്പിക്കാൻ കഴിയും ഇൻഷാ അല്ലാഹ്. കൂടെ കൂടുവല്ലേ? പറചങ്ങായിമാരെ കൂടുവല്ലേ? നിങ്ങളുടെ കൂടെ ഞാൻ കുറെ കാലം കൊണ്ട് വയത് പറയാം. നിങ്ങൾക്ക് മലയാളം മനസ്സിലായില്ലെങ്കിലും നിങ്ങളുടെ ഭാഷ ചെറുതായിട്ട് എനിക്ക് മനസ്സിലായി തുടങ്ങി. മനസ്സിലാവാഞ്ഞിട്ടാ? ഇൻഷാ അല്ലാഹ് കൂടെ കൂടുവല്ലേ? ഈ പറയുന്ന 5 കാര്യങ്ങൾ അങ്ങോട്ട് അനുസരിച്ച് നോക്ക്. ഈ പറയുന്ന നീ തലകുത്തിയൊന്നും നിൽക്കണ്ട. നീ വിചാരിക്കും പറച്ചോനെ ഞാനിനിപ്പോ രാത്രി എഴുന്നേറ്റ് സജീവസ്കരിക്കണമെന്നോ സദക്ക കൊടുക്കും, ഇതൊന്നുമല്ലട്ടാ, ഇതൊന്നുമല്ല. ഈ പറയുന്ന 5 കാര്യങ്ങൾ ജീവിതത്തിൽ അങ്ങോട്ട് മുറുകെ പിടിക്ക്. കാണുമ്പോൾ മനസ്സിലാകും അവനൊരു യഥാർത്ഥ വിശ്വാസിയാ, അവളൊരു മുഅ്മിനാ എന്ന് കാണുന്നവർ പറയുന്ന രീതിയിൽ നിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും, നിന്റെ മുഖത്ത് പ്രകാശമുണ്ടാകും. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, വഅദിന്റെ സദസ്സുകളിൽ വന്നിരുന്നിട്ട്, എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ നല്ല കാര്യങ്ങൾ പറയുമ്പോ, നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോ, മരണത്തെക്കുറിച്ചും ഖബറിനെ കുറിച്ചും
പരലോകത്തെക്കുറിച്ചുമെല്ലാം വാഴ്ന്നു കേൾക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിൽ വല്ലാത്ത ഒരു ഭയവും മാറ്റവും ഉണ്ടാകാറുണ്ട്. എന്റെ പ്രിയമുള്ളവരെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലുണ്ടല്ലോ, അല്ലാഹുവേ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു സഹാബി കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓടുകയാണ്. ഒരു സഹാബി കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓടുകയാണ്. കരഞ്ഞു വിളിച്ചുകൊണ്ട് മരുഭൂമിയുടെ മടിത്തട്ടിലൂടെ ഈ സഹാബ നിലവിളിച്ച് പറഞ്ഞുകൊണ്ട് ഓടുകയാണ്. എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. ഇങ്ങനെയാണ് ഹല്ലല മുനാഫിക്കായത്. അവിടെന്ന് വിളിച്ചു പറയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഓരോ സഹാബികളും കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, നീ എങ്ങനെയാ മുനാഫിക്കായത്? അവിടെന്ന് പറയുകയാ, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലിരുന്ന് നരകവും കബറും പരലോകവും മസ്തറയും എല്ലാം അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെന്ന് പറയുമ്പോ എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു, എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു. അല്ലാഹുവേ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത പ്രയാസവാ. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ നിന്ന് ദുനിയാവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ചിന്തകൾ മുഴുവനും മാറുകയാണ്. ആ പേടിയെന്ന് കുറയുകയാണ്. പടച്ചവനെ അതുകൊണ്ടാണ് കരഞ്ഞു വിളിക്കുന്നത്. അല്ലാഹുവേ സ്വഹാബി അവിടെന്ന് പറയുമ്പോ വരുടെയും കണ്ണറിയുകയാണ്. പറയുന്നത് സത്യമാണല്ലോ. ഞങ്ങളും ഖബറിനെ കുറിച്ച് നരകത്തെ കുറിച്ച് കേൾക്കുമ്പോ വല്ലാത്ത പേടിയാ. പക്ഷേ ഇറങ്ങി വെളിയിൽ വീട്ടിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഭാര്യയും മക്കളുമായി ഞങ്ങളൊക്കെ അതാ സഹകരിക്കാൻ തുടങ്ങിയാൽ ഇതൊക്കെ മറന്നു പോകുന്നല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ടുവന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ സമാധാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞതെന്തെന്നറിയോ? സഹാബ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് തന്നെ സഹാബത്തിനോട് അവിടെന്ന് പറയുകയാ, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും സഹാബ. എന്റെ പ്രിയമുള്ളവരെ, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങളുടെ ഈമാന് പ്രകാശിപ്പിക്കാനുള്ള വഴി എന്തെന്നറിയുമോ? നിങ്ങളുടെ ഈമാനിന്റെ പ്രകാശം നിങ്ങളുടെ മുഖത്തേക്ക് കൊണ്ടുവരാനുള്ള വഴി എന്തെന്നറിയുമോ? അതാ മരിച്ചു കിടക്കുന്ന സമയത്ത് കാണാൻ വരുന്നവരുടെ അല്ലാഹുവേ വെള്ളത്തുണിയിൽ പൊതിച്ച് നിന്റെ വീടിന്റെ അകത്ത് കിടക്കുമ്പോ നിന്റെ ജനാസ കാണാൻ വരുന്നവർ നിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി ഉയർത്തുന്ന സമയത്ത് അവൻ അത്ഭുതത്തോടെ നിന്റെ മുഖത്ത് നോക്കിയിട്ടല്ല, എന്തൊരു പ്രകാശമല്ല, എന്തൊരു ചൈതന്യമാണല്ലോ, എന്തൊരു ല്ലോ, എന്ത് നല്ല മരണമാണല്ലോ. എനിക്കും ഇതുപോലെ ഒരു നല്ല മരണം തരണേ എന്ന മയ്യത്ത് കണ്ടിട്ട് പോകുന്നവൻ പോലും ആത്മാർത്ഥമായി ആശ്രയിച്ച് ഇറങ്ങിപ്പോകുന്ന ഒരു നല്ല യാത്ര നിനക്ക് വേണോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഈമാന് വർദ്ധിക്കാറുള്ള, ഈമാന് പ്രകാശിപ്പിക്കാറുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയോ? സഹാബ, അല്ലാഹുവിനോട് ആശികളെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും ദുആ ചെയ്യുമല്ലോ. നമ്മളൊക്കെ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. പടച്ചവരെ സ്വർഗ്ഗം തരണേ, അല്ലാഹുവേ ഹജ്ജിന് പോകാനുള്ള ഭാഗ്യം തരണേ, അല്ലാഹുവേ നല്ല മക്കളെ തരണേ, സാലിഹത്തായ ഭാര്യയെ തരണേ, കച്ചവടത്തിലെ ബർക്കത്ത് തരണേ, നല്ല മരണം തരണേ, അവനിന്റെ അകത്ത് രക്ഷപ്പെടുത്തണേ. എല്ലാവരും ദുആ ചെയ്യുമല്ലോ, എല്ലാവരും ദുആ ചെയ്യുമല്ലോ. പക്ഷേ ഇന്ന് വരെ നിങ്ങൾ ആരെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ? പടച്ചറപ്പേ, എന്റെ ഈമാൻ നീ വർദ്ധിപ്പിച്ച് തരണേ അല്ലാ, എന്റെ ഈമാൻ വർദ്ധിപ്പിച്ച് തരണേ അല്ലാ. ആരെങ്കിലും ദുആ ചെയ്യാറുണ്ടോ? ആരെങ്കിലും ദുആ ചെയ്യാറുണ്ടോ? പക്ഷേ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
ആനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഇന്ന ഈമാന യഖ്ലുഖു ഫീ ജൗഫി അഹദികും കമാ യഖ്ലുഖു സൗബ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, നമ്മൾ ശരീരത്തിൽ ധരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, ഈ വസ്ത്രം അങ്ങോട്ട് കുറച്ചു കഴിയുമ്പോൾ ഇത് മുഴുമിക്കുമല്ലോ, ഈ വസ്ത്രങ്ങൾ കീറുമല്ലോ, ഇതാ പൊടിഞ്ഞു തുടങ്ങുമല്ലോ. അതുപോലെ മനുഷ്യന്റെ ഈമാൻ മുഴുമിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, ആയിഷാ റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് കസീറൻ മാ യദഊന യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക ഖുൽതു യാ റസൂലല്ലാഹ് മാ അക്സുറു വമാ അക്സുറു മാ യദഊന ബിഹാദിഹി ദുആ. ആയിഷാ റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവേ എന്റെ ഈമാൻ വർദ്ധിപ്പിച്ച് തരണേ അല്ലാഹ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നബിയേ. എന്തിനാണ് ഇങ്ങനെ ദുആ ചെയ്യുന്നത്? യാ മുകല്ലിബൽ ഖുലൂബ്, അല്ലാഹുവേ അല്ലാഹുവേ എന്റെ ഹൃദയത്തെ ഈമാനിൽ ഉറപ്പിച്ചു നിർത്തണേ തമ്പുരാനെ. എന്റെ ഈമാനിൽ വർദ്ധനവ് തരണേ അല്ലാഹ്, എന്റെ ഈമാനിൽ വർദ്ധനവ് തരണേ അല്ലാഹ്. എന്തിനാണ് നബിയേ ദുആ ചെയ്യുന്നത്? എപ്പോഴും ദുആ ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് എന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ലൈസ മിൻ ഖൽബി ഇല്ലാ വഖൽബുഹു ബിയദിഹിൽ ഇസ്ബഈർ. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാണ്, എല്ലാവരുടെയും ഹൃദയം അല്ലാഹുവിന്റെ കയ്യിലാണ്, എല്ലാവരുടെയും ഈമാൻ അല്ലാഹുവിന്റെ കയ്യിലാണ്. ആയിഷാ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു ഈമാനിൽ വർദ്ധനവ് നൽകുകയാണ്. അല്ലാഹു അവരുടെ ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്നവരുടെ ഈമാൻ അല്ലാഹു കുറച്ചു കളയുമെന്ന് മുസ്ലിം എവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. പണം കിട്ടാനല്ല, അധികാരം കിട്ടാനല്ല, സ്വർഗം കിട്ടാനല്ല, നല്ല മരം കിട്ടാനല്ല, അച്ഛന് പോകാനല്ല. അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചെയ്യേണ്ട ദുആ എന്തെന്നറിയുമോ? അല്ലാഹുവേ എന്റെ ഈമാനിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്, എന്റെ ഈമാൻ നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. റബ്ബനാ, അല്ലാഹുവിനോട് നിങ്ങൾ എപ്പോഴും ദുആ ചെയ്തോ? ഏത് ദുആയാണ്? അല്ലാഹുവിന്റെ റസൂൽ റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു. റസൂൽ അവിടുന്ന് ദുആ ചെയ്യുമായിരുന്നു. അങ്ങനെ ദുആ ചെയ്തു നിന്റെ ഈമാനെങ്ങാണ് മുറച്ചു പോയാൽ, നിന്റെ ഈമാനെങ്ങാണ് വർദ്ധിച്ചു പോയാൽ, പിന്നെ ഏത് പീഡനവും നിന്റെ മുന്നിലൊന്നുമല്ലടാ. എത്ര വലിയ പീഡനങ്ങളാകട്ടെ, എത്ര വലിയ ത്യാഗങ്ങളാകട്ടെ, എത്ര വലിയ പ്രലോഭനങ്ങളാകട്ടെ, പടച്ചവനെ എന്ത് ചെയ്താലും നിന്റെ ഈമാനിനെ തട്ടിക്കളയാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. നിന്റെ ഈമാൻ പടച്ചവനെ ശൈത്താൻ പോലും പരാജയപ്പെട്ടു പോകുമടാ. നിന്റെ ഈമാനിന്റെ മുന്നില് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവനോട് പറഞ്ഞു, അല്ലാഹ് നിന്റെ അടിമകളെ നാം നശിപ്പിക്കും തമ്പുരാന്. ഈ ഭൂമിയിലെ ഏറ്റവും വൃത്തികെട്ടവരായി പടച്ചവനെ നിന്റെ അടിമകളെ നാം മാറ്റുമെന്ന് പറഞ്ഞപ്പോ അല്ല പറഞ്ഞു, ഇല്ലടാ, എല്ലാവരെയും പിഴപ്പിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ലടാ. എനിക്ക് ചില അടിമകളുണ്ടടാ, എനിക്ക് ചില ഇഷ്ടദാസന്മാരുണ്ടടാ. നീ എന്ത് ചെയ്താലും അവരുടെ മുന്നിൽ തോറ്റുപോകും
പോകുമടാ, നീ നാണം കെട്ടു പോകുമടാ, നീ പരാജയപ്പെട്ടു പോകുമടാ. ഇത് അല്ലാഹു പറഞ്ഞതായി ഖുർആനിൽ കാണാം. എന്റെ പ്രിയമുള്ളവര്, ആ കൂട്ടത്തിലാണ് നമ്മൾ പെടേണ്ടത്. ആ കൂട്ടത്തിലാണ് എന്ത് ചെയ്താലും ഇബ്ലീസ് പോലും തോറ്റുപോകുന്ന അടിമകളില്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പെടണം. അല്ലാഹുവേ, ഒരായുഷ്കാലം മുഴുവൻ ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ ശൈത്താൻ നമ്മളെ പിഴപ്പിക്കാൻ നോക്കിയിട്ട് അവസാനം സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മോദിച്ചുകൊണ്ട് ആ പിടഞ്ഞുകൊണ്ട് കിടക്കുന്ന സമയത്ത് പോലും അല്ലാഹുവേ വളഞ്ഞ വഴിയാണവൻ നോക്കുന്നത്. അവൻ വരുന്നത് നിന്റെ മരിച്ചുപോയ വാപ്പാട രൂപത്തിലാ. ചെറുപ്പക്കാരാ, എല്ലാ വഴിയിലും അവൻ പരാജയപ്പെട്ടിട്ട് അവസാനം ഈ സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിക്കുമ്പോ മരിച്ചുപോയ നിന്റെ ഉമ്മാടെ രൂപത്തില് കയ്യിൽ വെള്ളവും പിടിച്ചുകൊണ്ട് ശപിക്കപ്പെട്ടവൻ അടുത്തേക്ക് വരുമെന്ന് മുത്തുനബി പറയുമ്പോ ആ സമയത്തും വിളിച്ചു പറയും, പോടാ നശിച്ചവരെ, പോടാ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവര്, പോടാ പടച്ചവന്റെ ശാപം കിട്ടിയവന് എന്ന് അവനെ ആട്ടിയോടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ മരിക്കുന്ന സമയത്ത് നീ എന്ന് പറയുന്നത് കാണുമ്പോ ഇബ്ലീസ് കരയും. ചെറുപ്പക്കാരാ, എന്തിനാണ് കരയുന്നതെന്നറിയുമോ? അല്ലാഹു പറഞ്ഞ അടിമ ഇവനാണ്, അല്ലാഹു പറഞ്ഞ അടിമ ഇവനാണ്, പഠിച്ചവനെ തോറ്റുപോയല്ലോ എന്ന് ഓർത്തിട്ട് ഇബ്ലീസ് കരയുമെന്ന് മുത്തുനബി എവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അങ്ങനെ ഒരു ഈമാൻ നിങ്ങൾക്ക് വേണോ? അങ്ങനെ ഒരു ഈമാൻ നിങ്ങൾക്ക് വേണോ? നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങിക്കോ, മുതൽ ദുആ ചെയ്യാൻ തുടങ്ങിക്കോ. അല്ലാഹുവേ, എന്റെ ഈമാനിലെ വർദ്ധനവ് തരണയല്ലാ. ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞ നിന്റെ ഈമാനുറച്ചാൽ നടുറോട് വിട്ട് തല്ലിക്കുന്ന ആള് അരയില് പെട്രോളടിച്ച് കത്തിച്ചാൽ നിന്റെ ഈമാൻ പതറില്ലടാ പൊന്നുമോരെ. നൽകിയ വാക്ക് പോലും പറഞ്ഞ് പറയടാ മോരെ. ഇല്ലെങ്കിൽ നിന്നെ പെട്രോളടിച്ച് ജീവനോടെ കത്തിക്കുമെന്നും പെട്ടെന്ന പൊന്നുമോനോട് പറയുകയാ, അവനെ വിളിക്കടാ ജയ് ശ്രീരാമെന്ന്. ഇല്ലെങ്കിൽ നിന്നെ ഇവരെ കൊന്നു കളയുമെന്ന് പറയുമ്പോ എന്റെ തലയിലൂടെ പെട്രോളടിച്ചിട്ട് കത്തിക്കാൻ പോകുമ്പോ വാപ്പ പറഞ്ഞു വിളിക്കടാ, ഇല്ല ഉപ്പാ, ഇല്ല ഉപ്പാ, ഇവരെന്നെ കൊന്നാലും ഞാനത് വിളിക്കൂല. കാരണം ഞാൻ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവനാണ്, ഞാൻ ഈമാനുള്ളവനാണ്. എന്റെ പ്രിയമുള്ളവരെ, ഉറച്ചു കഴിഞ്ഞാ പിന്നെ എങ്ങനെയാ? ഒരു പേടിയുമില്ലടാ ചെറുപ്പക്കാരാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസമുണ്ടല്ലോ, പടച്ചവനെ കള്ളപ്രവാചകനെ കുറിച്ച് മുത്തുനബിയുടെ ചെവിയിലേക്ക് എത്തുകയാണ്. പടച്ചവനെ മുസൈലിമ എന്ന് പറയുന്ന ഒരുത്തൻ അവൻ പ്രവാചകനാണെന്ന് വാദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചെവിയിലേക്ക് ആ വാർത്ത എത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ എടുത്തുകരി അല്ലാഹുവിന്റെ റസൂലത സഹാബികളുടെ ഇടയിൽ നിന്നൊരു ചെറുപ്പക്കാരനെ വിളിക്കുകയാണ്. അല്ലാഹുവേ, ഹബീബ് റളിയല്ലാഹു തആല അൻഹു ത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഹബീബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സഹാബി അല്ലാഹുവിന്റെ പ്രവാചകനടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹബീബേ, എടുത്തുകൊണ്ടുപോയി മുസൈലിമയുടെ കയ്യിൽ കൊടുക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? നീ കൊണ്ടുപോകാൻ തയ്യാറാണോ? യാ റസൂലല്ലാഹ്, അങ്ങ് തന്നാ ഞാൻ കൊണ്ടുപോകാൻ തയ്യാറാണ് നബിയേ. കാരണം കള്ളപ്രവാചകനെന്ന് വാദിക്കുന്നവന്റെ മുന്നിലേക്കാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ കൊടുത്തുവിടുന്ന കത്തുമായിട്ട് കിടന്നു പോകുന്നത്. ഹബീബ് റളിയല്ലാഹു തആല അൻഹു യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനായ സ്വഹാബിയുണ്ടല്ലോ, ഒരു മടിയുമില്ല, ഒരു പേടിയുമില്ല. മുസൈലിമയുടെ മുന്നിലേക്ക് കടന്നു ചെന്നു. മുസൈലിമ അനുയായികൾക്ക് നടുവിലിരിക്കുകയാണ്. പ്രവാചകനാണെന്ന് വാദിച്ചുകൊണ്ട് മുസൈലിമ ഇരിക്കുമ്പോ ഹബീബ് റളിയല്ലാഹു തആല തന്റെ കയ്യിൽ മുത്തുനബി കൊടുത്തുവിട്ട എഴുത്തുമായി കടന്നു ചെന്നു. മുസൈലിമയുടെ കയ്യിലേക്ക് കൊടുത്തു. മുസൈലിമ എഴുത്ത് വായിക്കുകയാണ്. മുസൈലിമ എഴുത്ത് വായിക്കുകയാണ്. മുസൈലിമയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അവസാനമല്ലാ
അതിന്റെ താഴെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരെഴുതിയിട്ടുണ്ട്. ആ പേരെന്ന് കാണുമ്പോ മുസൈലിമ ചോദിക്കുകയാ, മൻ മുഹമ്മദ് യാ ഹബീബ്, ഹബീബേ ഈ മുഹമ്മദ് എന്ന് പറഞ്ഞാരാ, ഹബീബേ ഈ മുഹമ്മദ് എന്ന് പറഞ്ഞാരാ. ആ സമയത്ത് ഹബീബ് റളിയല്ലാഹു തആല അവനെന്ന് വിളിച്ചു പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനാണ് നബിയെന്ന് ഹബീബ് റളിയല്ലാഹു തആല മുസൈലിമയുടെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറയുകയാ, ശത്രുക്കൾക്ക് നടുവിലാണ് നിൽക്കുന്നത്. ആ സമയത്ത് ഹബീബ് റളിയല്ലാഹു തആല അതിനോട് മുസൈലിമ ചോദിക്കുകയാ, മനിൽ മുസൈലിമ യാ ഹബീബ്, മുസൈലിമ ആരാണ് ഹബീബേ, മുസൈലിമ ആരാണ് ഹബീബേ. ഹബീബ് റളിയല്ലാഹു തആല അവിടെന്ന് ചോദിക്കുകയാ, നീ എന്തേ കടന്ന് കുരയ്ക്കുന്നത്, നീ എന്തേ കടന്ന് കുരയ്ക്കുന്നത്, നീ പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല. പടച്ചവനെ മുസൈലിമ രണ്ടാമതും ചോദിച്ചു, മുസൈലിമ ആരാ ഹബീബേ. അപ്പോഴും പറഞ്ഞു, നീ പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ലടാ. പടച്ചവനെ മുസൈലിമയ്ക്ക് മനസ്സിലായി കളിയാകുകയാണെന്ന്, മുസൈലിമയ്ക്ക് മനസ്സിലായി കളിയാകുകയാണെന്ന്. എന്റെ പ്രിയമുള്ളവര്, അവിടെ നിന്ന് ചെയ്തതെന്തെന്നറിയോ, അല്ലാഹുവേ പിടിച്ചുകൊണ്ട് പോവുകയാണ്, ആളുകൾ കെട്ടിയിടുകയാണ്. എന്നിട്ട് എന്റെ ചെറുപ്പക്കാരാ പഠിപ്പിച്ച കമ്പി കൊണ്ടുവന്നിട്ട് ഹബീബ് റളിയല്ലാഹു തആല അതിന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കുകയാ. അല്ലാഹുവേ പഠിപ്പിച്ച കമ്പി കൊണ്ടുവന്നിട്ട് ശരീരത്തിലേക്ക് കുത്തിയിറക്കിയിട്ട് പച്ചയിറക്കി ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ചോദിക്കുന്നു, ഹബീബേ മുസൈലിമയാരാ. ഹബീബ് റളിയല്ലാഹു തആല പറഞ്ഞു, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ലടാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ ശരീരത്തിൽ നിന്ന് ഇറച്ചിക്കടയിൽ ഇറച്ചി വെട്ടിയെടുക്കുന്നത് പോലെ കണ്ടിട്ടില്ലേടാ പുണ്യമോര്. അതാ കൈകാലുകളെ പടക്കുന്നവര് ഇറച്ചിക്കടിയിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ഇറച്ചി വാങ്ങാൻ ചെല്ലുമ്പോ അതിൽ നിന്ന് മാംസങ്ങൾ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് തൂക്കിത്തരുന്നത് പോലെ ഹബീബ് റളിയല്ലാഹു തആല ഇതിന്റെ ശരീരത്തിൽ നിന്ന് മുസൈലിമയുടെ അനുയായികൾ ഇങ്ങനെ ഇറച്ചി മുറിച്ചെടുക്കുകയാ. അവിടെ നിന്ന് ചോദിച്ചു, പറയടാ ഹബീബ്, ആരാടാ മുസൈലിമ, ആരാടാ മുസൈലിമ. മുസൈലിമത്തിന് റസൂലുള്ളാഹ് പറയടാ, ഞാൻ പ്രവാചകനാണെന്ന്, പറയടാ ഞാൻ പ്രവാചകനാണെന്ന്. ആ സമയത്ത് ഹബീബ് റളിയല്ലാഹു തആല കുന്തമായി വെട്ടിമുറിക്കുന്ന സമയത്ത്, തന്റെ ശരീരത്തിൽ നിന്ന് പച്ച ഇറച്ചി മുറിച്ചെടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടെന്നറിയുമോ, അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടെന്നറിയുമോ, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുസൈലിമത്തുൽ കദ്ദാബുല്ലാഹ്. അവിടെന്ന് പറഞ്ഞു, നീ കള്ളരാടാ, നീ കള്ള പ്രവാചകനാടാ. എന്റെ മുത്തുനബി അല്ലാഹുവിന്റെ പ്രവാചകനാടാ. അവനെ അവിടെന്ന് തുണ്ടമായി വെട്ടി മുറിച്ചെടുക്കുമ്പോഴും എന്റെ പ്രിയമുള്ളവരെ പതറിയില്ല എന്ന് ചരിത്രം പറയുമ്പോ ഈമാൻ ഉറച്ചാൽ അങ്ങനെയാടാ പുണ്യമോല്. എന്റെ ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ഹൃദയത്തിന്റെ കുത്തുറച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പേടിയില്ലടാ ചെറുപ്പക്കാരാ, പിന്നെ ഒരു ഭയമില്ലടാ ചെറുപ്പക്കാരാ. എന്തിനും അവര് തയ്യാറാ, ഏത് പീഡനങ്ങൾക്കും അവര് തയ്യാറാ. ആ ഈമാൻ ഉറച്ചത് കൊണ്ടാണ് മഹാനായ സയ്യിദുനാ ബിലാൽ കഴുത്തിലൂടെ കയറ് കെട്ടിയിട്ട് തെരുവിലൂടെ വസ്ത്രമില്ലാതെ വലിച്ചെടുത്തുകൊണ്ട് നടന്നത്. പഠിച്ചു കിടക്കുന്ന മലയാളത്തിൽ മലർത്തിക്കടത്തികത്ത് കരിമ്പാറൽ വെച്ചിട്ട് ചാട്ടമാറുകൊണ്ട് ചതയ്ക്കുമ്പോ ബിലാല് തങ്ങൾ വിളിച്ചു പറഞ്ഞത്, അല്ലാഹു അഹദ്. ഏത് പീഡനങ്ങളും തോറ്റുപോയത് ആ വിശ്വാസത്തിന്റെ മുന്നിലാ, ആ ഈമാനിന്റെ മുന്നിലാ. ഇതൊക്കെ വെറുതെ
വെറുതെ പറഞ്ഞതാണെന്ന് നീ കരുതിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, റളിയല്ലാഹു തആല അൻഹയുടെ ഗുഹ്യഭാഗത്തേക്ക് പഴുപ്പിച്ച കുന്തം കുത്തിയിറക്കിയിട്ട് അവിടുന്ന് പച്ച ഇറച്ചി വലിച്ചെടുത്ത ചരിത്രം വെറുതെയല്ല പറഞ്ഞത്. നിന്റെ മുൻഗാമികളുടെ തലയുടെ മധ്യഭാഗത്ത് ഈർച്ചവാള് വെച്ചിട്ട് മരം മുറിക്കുന്നത് പോലെ രണ്ട് കഷ്ടമായി മുറിച്ചു കളഞ്ഞ ചരിത്രം വെറുതെയല്ല അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. അങ്ങനെ ഒരു കാലം നമുക്ക് വരാണ്ടടാ, അങ്ങനെ ഒരു കാലം നമ്മൾ നേരിടാൻ പോവുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട യുവക്കളെ, ത്യാഗം സഹിക്കാൻ തയ്യാറാകണോ? എന്തിനും തയ്യാറായിക്കോ. എന്റെ വിശ്വാസം ഉറപ്പിച്ചു കഴിഞ്ഞാൽ, എന്റെ ഈമാൻ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിനോട് നിനക്ക് ആഗ്രഹമില്ല, ഒന്നിനോടും നിനക്ക് മോഹമില്ല, അധികാരങ്ങളോട് നിനക്ക് മോഹമില്ല, കൊട്ടാരങ്ങൾ പണിയാറുള്ള പരക്കം പാറ്റില്ല, പെണ്ണുങ്ങളോടുള്ള നിന്റെ ആഗ്രഹം പോകുകയാ. എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ചെറുപ്പക്കാരാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട യുവത്വേ, മുടിയിങ്ങനെ വളർത്തിയിട്ട് പല പല മോഡലുകളിൽ മുടിയും വളർത്തിയിട്ട് നടക്കുന്ന ചെറുപ്പക്കാരാ, അതാ നിന്റെ മുടിയിൽ ചായം തേച്ചിട്ട് അല്ലാഹുവേ നടക്കുന്ന യുവത്വേ, നിന്നെ കണ്ടാ മുസ്ലിമാണെന്ന് പറയുമോടാ ചെറുപ്പക്കാരാ? നിന്നെ കണ്ടാ മുസ്ലിമാണെന്ന് പറയൂ. ഒരു മുസ്ലിമിന്റെ കോലം എങ്ങനെയല്ലല്ലോ, ഒരു മുസ്ലിമിന്റെ രീതി എങ്ങനെയല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, താടിയില്ലാതെ നടക്കുന്ന വാപ്പാ, താടി ഒരു ശിആറാണല്ലോ, ഇസ്ലാമിന്റെ ശിആറാണല്ലോ താടി. പടച്ചവനെയും സേവ് ചെയ്തിട്ട് നടക്കുന്ന 50 വയസ്സുള്ള വാപ്പാ, നീയൊരു മുസ്ലിമാണോ? നീയൊരു മുസ്ലിമാണോ? നിനക്കറിയുവോ നീ എങ്ങനെയാണ് നാളെ പടച്ചവന്റെ കോടതിയിൽ വരുന്നതെന്നറിയുവോ? അല്ലാഹുവേ, നബി അവിടെ നിന്ന് പറഞ്ഞു തരികയാ, നീ നല്ല കോലത്തിലല്ല വാപ്പാ, നീ സേവ് ചെയ്തിട്ട് നടക്കുന്ന സഹോദരാ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വരുന്ന രംഗം വളരെ മോശമാ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാ, ഈമാൻ ഉറപ്പിക്കടാ പൊന്നുമോനെ. വയലിന്റെക്കാർ എവിടെ വയലുണ്ടെങ്കിലും ബൈക്കിൽ വരുന്ന ചെറുപ്പക്കാരാ, എന്തേടാ നിന്റെ മുടി നിനക്ക് നേരെ വെട്ടാൻ കഴിയാത്തത്? എന്തേ നിന്റെ കോലം ഇങ്ങനെയായി പോയത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന് ബദറിന്റെ രണാകടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ നബിയുടെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ആരാ കടന്നു വരുന്നത്? ഉമൈർ റളിയല്ലാഹു തആല അൻഹു. വെള്ളത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, വല്ലാത്ത വിശപ്പാണ് നബിയേ, വലറ്റത്ത് പരന്ന കല്ല് കെട്ടി വെച്ചിരിക്കുന്നു നബിയേ, എനിക്ക് വിശക്കുന്നു എന്നല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, സഹാബാ, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമുണ്ടോ സഹാബാ? നിങ്ങളുടെ ആരുടെയും കയ്യിൽ എന്തെങ്കിലുമുണ്ടോ സഹാബാ? ഏതോ ഒരു സഹാബി ഒരു ഈത്തപ്പഴം എടുത്തു കൊടുത്തു, ഒരു കാരക്ക എടുത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കൊടുത്തു. നബി എന്തേ ചെയ്തെന്നറിയുവോ? ആ കാരക്ക ഇങ്ങനെ കീറുകയാണ്. പടച്ചവനെ, അതാ 3-4 ഭാഗമായിട്ട് ആ കാരക്ക ഇങ്ങനെ കീറിയിട്ട് അതിലെ ഒരു അംശം എടുത്തിട്ട് ഉമൈർ റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനായ സഹാബിയുടെ കയ്യിലേക്ക് തിന്നാൻ കൊടുക്കുകയാ. അല്ലാഹുവേ, ഒരൽപ്പം കാരക്കയുടെ അംശം കയ്യിൽ പിടിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ, സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു സഹാബാ. ആരെങ്കിലും ഇന്നിവിടെ ശഹീദായാൽ അവർക്ക് സ്വർഗമുണ്ട് സഹാബാ.
മുത്തുനബി അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോ ഉമൈറെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചെയ്തതെന്തെന്നറിയോ? വിശന്ന് തളർന്നിരുന്ന ഉമൈറെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ കയ്യിലിരിക്കുന്ന കാരക്കയുടെ രംശമെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് വെച്ചുകൊടുത്തു, മുത്തുനബിയുടെ കയ്യിലേക്ക് വെച്ചുകൊടുത്തു. യാ റസൂലല്ലാഹ്, ഇത് ഉമൈറിനെ നബിയേ, ഇത് വേറെ ആർക്കെങ്കിലും കൊടുക്കു നബിയേ. സ്വർഗത്തിൽ പോകുന്ന ഉമൈറിന് എന്തിനാ കാരക്ക? സ്വർഗത്തിൽ പോകുന്ന ഉമൈറിന് എന്തിനാ കാരക്ക? എനിക്കൊരൽപ്പം സമയം ഇത് കഴിക്കാനുള്ള സമയം എനിക്കിവിടെ നിൽക്കാൻ മനസ്സില്ല നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് രണാകണത്തിലേക്ക് കടന്നുപോയെന്ന് ചരിത്രം പറയുമ്പോ, ഇതൊക്കെ നിനക്ക് പഠിക്കാനാടാ ചെറുപ്പക്കാരാ, ഇതൊക്കെ നിനക്ക് പഠിക്കാനാണ് പെങ്ങളോ. അതുകൊണ്ട് നിങ്ങളുടെ ഈമാനെ പ്രകാശിപ്പിക്കണോ, നിങ്ങളുടെ മുഖത്ത് പ്രകാശം വേണോ? അതിനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. അല്ലാഹുവേ, എന്റെ ഈമാൻ നീ ഉറപ്പിച്ച് തരണേ അല്ലാഹ് എന്ന് നീ ദുആ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മുടെ ഈമാൻ ചൈതന്യമുള്ളതാക്കണമെങ്കിൽ, നമ്മുടെ ഈമാൻ പ്രകാശിക്കുന്ന ഈമാനാക്കണമെങ്കിൽ, മരിക്കുന്ന സമയത്ത് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ, പ്രകാശിക്കുന്ന മുഖത്തോടെ നിനക്ക് മരിച്ചു കിടക്കണമെങ്കിൽ നീ അള്ളാഹുവിനോട് ദുആ ചെയ്. സ്വർഗം താ അല്ലാ എന്ന് ചോദിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, നല്ല മരണം താ അല്ലാ എന്ന് ചോദിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ ചോദിക്കുന്നതിന്റെ ഇടയിൽ നീ ഒരു ദുആ കൂടെ വർദ്ധിപ്പിക്കണം. അല്ലാഹുവേ, എന്റെ ഈമാനിൽ വർദ്ധനവ് തരണേ എന്ന് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം